ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടൊരു കടലക്കറി ഉണ്ടാക്കാം. എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു കടലക്കറി. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. അതിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ചെറിയ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനാദ്യം നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് എടുക്കാം. ഒരു കുക്കർ എടുത്ത് ആ കുക്കറിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ചെറിയ മീഡിയം സൈസ് തക്കാളി, ചെറിയൊരു സവാള, പിന്നെ 2-3 പച്ചമുളക്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. തലേ ദിവസം വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരുന്ന കടലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ഇട്ട് നോക്കിയിട്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് അളവ് നോക്കിയതിന് ശേഷം മാത്രമേ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/4 സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ. ഞാനിതിപ്പോൾ കുറച്ച് അധികം നേരിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് വെള്ളം ചൂടാക്കാൻ വേറൊരു അടുപ്പിലോട്ട് വെച്ചേക്കാം. ഇനി ഇതിലേക്ക് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നമ്മുടെ കടല മുങ്ങി നിൽക്കുകയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ 2-3 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് വെള്ളം വറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 4 വിസിലാണ് കേൾപ്പിക്കുന്നത്. ഇനി നമുക്കൊരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കറിയിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് ഇതിലിട്ട് കൊടുക്കുന്നില്ല. നന്നായിട്ട് അരച്ചിട്ട് നമുക്കെടുക്കാം. അരച്ചിപ്പം എന്താ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കടല വെന്തിട്ടുണ്ട്. നമുക്കത് തുറന്ന് അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണോ കറി വേണ്ടത് ആ ഒരു കണക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് വെള്ളം കറിയിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കടുക് വറുക്കാം. ഞാൻ ആദ്യമേ കടുക് വറുത്തു. കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിലയും വറ്റൽമുളകും കൊച്ചുള്ളിയൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് നേരം നല്ലോണം തിളച്ചതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇറക്കിയാൽ മതി. അതുവരെ നമ്മൾ കുറച്ച് നേരം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പം നമ്മുടെ കറി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം.